കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നാവായിക്കുളത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഈ ചെറിയൊരു കുട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നതിനെ തുടങ്ങിയുള്ള നിരവധി സംശയങ്ങളാണ് ഈ കേസിന്റെ പിറകിലുണ്ടായിരുന്നത്. സംഭവത്തിൽ ഇന്ന് ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പെൺകുട്ടി ഈ ആൺസുഹൃത്തുമായി ഇഷ്ടത്തിലായിരുന്നുവെന്നും ഇതിന് പിന്നാലെ ഉണ്ടായ പ്രശ്നങ്ങളും അതേസമയത്ത് തന്നെ ഈ ആൺകുട്ടി ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള സൂചനയുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽസിൽ നിന്ന് മാത്രമേ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയുള്ളൂ. എന്തായാലും പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ പ്രതി അറസ്റ്റിലാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആൺസുഹൃത്തിന് ഏകദേശം 29 വയസ്സ് പ്രായമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അയൽവാസിയാണ്, സമീപവാസിയാണ്. അഭിജിത്ത് എന്നാണ് ഈ ആൺസുഹൃത്തിൻ്റെ പേര്. ഇദ്ദേഹം ഒരു ആറ്റിങ്ങലിലുള്ള ഒരു ബൈക്ക് ഷോറൂമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് വിവരം. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടന്നത് എന്നതാണ് വിവരം. പെൺകുട്ടി സാധാരണഗതിയിൽ നാട്ടിലൂടെയൊക്കെ ഒരു നല്ല രീതിയിൽ നടക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം ഇവരുടെ ഫാമിലി വളരെ സങ്കടത്തിലാണ്, പ്രതികരിക്കാനൊന്നും തയ്യാറാകുന്നില്ല. അവർ ഒറ്റ മോളാണ് എന്നാണ് പറയുന്നത്. പിതാവില്ല. പിതാവ് 10 വർഷം മുമ്പ് ഒരു അപകടത്തിൽ മരണപ്പെട്ട ആളാണ്. ഈ വീട്ടിൽ ഒറ്റയ്ക്ക് അമ്മയും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 3 മണിയോടെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നതാണ് വിവരം. പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു ആൺസുഹൃത്തുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇതിൻ്റെ പേരിലാണ് പെൺകുട്ടി മരിച്ചത് എന്നുള്ള സൂചനകളൊക്കെ ലഭിക്കുന്നത്. മരണശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പോലീസ് അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയുണ്ടായി. അതേസമയം പെൺകുട്ടി ഒരു ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കിയിരുന്നു. ഇതിൽ നിന്നൊക്കെയാണ് അഭിജിത്തിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത്. ഈ മൊബൈൽ ഫോണിൽ നിന്നുള്ള വിവരങ്ങളും ആത്മഹത്യാ കുറിപ്പിൽ നിന്നുള്ള വിവരങ്ങളും ഒക്കെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഈ പെൺകുട്ടിയെ ഈ ആൺ സുഹൃത്ത് പീഡിപ്പിച്ചു എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി അഭിജിത്തിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എന്നതാണ് വിവരം. നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥയുടെ മകളാണ് ഗ്രീഷ്മ. മകൾക്ക് വേണ്ടി സമയം ചിലവിടുന്ന ഒരമ്മ എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. കാരണം ഈ അമ്മ നഴ്സിംഗ് ഒക്കെ പഠനം പൂർത്തീകരിച്ചുവെങ്കിലും മകൾക്ക് ഒപ്പം സമയം ചിലവിടാൻ വേണ്ടി ആ നഴ്സിംഗ് പഠനം ഒക്കെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ള ഒരു സൂചനയൊക്കെ അയൽവാസികളൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു വലിയൊരു അപകടം പുറത്തു വന്നത്. ഈ കുട്ടിയുടെ കിടപ്പുമുറിയിൽ വെച്ച് ഏകദേശം 1:30 ആത്മഹത്യ ചെയ്തത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരാനുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പുറത്തുവിട്ടാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വളരെ ദയനീയമാണ്. അതിനേക്കാൾ ഉപരി ആത്മഹത്യയിലേക്ക് ഈ വിദ്യാർത്ഥികളൊക്കെ ചിന്തിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യവും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഇതേ രീതിയിൽ തന്നെ ഒരു ആത്മഹത്യാ ശ്രമത്തിൻ്റെ റിപ്പോർട്ട് നമ്മൾ പുറത്തുവിട്ടിരുന്നു. അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സ്വന്തം സഹോദരിയുമായുള്ള വഴക്കിൻ്റെ പേരിൽ അവർ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ചെറിയ കാര്യങ്ങൾ തൊട്ട് ഈ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നത് തികച്ചും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അത് ഇനിയിപ്പോൾ വിദ്യാർത്ഥികളിലേക്കൊക്കെ കൗൺസിലിംഗ് ഒക്കെ ശക്തമാക്കേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുന്നത്. സ്കൂളുകളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ വീട്ടിലും കൂടുതൽ കരുതൽ വേണ്ടുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നാവായിക്കുളത്തെ ഈ ഒരു സംഭവം അത് കൂടുതൽ പോലീസ് ശക്തമായി തന്നെ അന്വേഷിച്ചു വരികയാണ് എന്നാണ് വിവരം.